ഭഗവാന് നിവേദ്യത്തോടൊപ്പം ഇഞ്ചിത്തൈരും ഉപ്പിലിട്ട കണ്ണിമാങ്ങയും വഴുതനങ്ങ മെഴുക്കുപുരട്ടിയും ഉണ്ടാകണമെന്ന് നിർബന്ധമുള്ള ക്ഷേത്രം ഏതെന്ന് നിങ്ങൾക്കറിയാമോ? ആ ക്ഷേത്രത്തിലേക്കാണ് നിങ്ങളെ ഇന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നത്. വായോ. തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് 2000-ലേറെ വർഷം പഴക്കമുള്ള അതിപുരാതനമായ, നിലവിൽ പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ളതുമായ കരമനയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തമലം ത്രിവിക്രമംഗലം ക്ഷേത്രത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. ഇവിടുത്തെ നിവേദ്യം പോലെ ശ്രീകോവിലും പ്രത്യേകത നിറഞ്ഞതാണ്. മലബാർ ശൈലിയിൽ വെട്ടുകല്ലും കുമ്മായവും കൊണ്ട് നിർമ്മിച്ച 3 നിലകളുള്ള ഓടുമേഞ്ഞ ശ്രീകോവിലിന് ചുറ്റും മനോഹരങ്ങളായ ശില്പങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നു. കാലപ്പഴക്കത്താൽ മനോഹരമായ ചുവർച്ചിത്രങ്ങളെല്ലാം മങ്ങിപ്പോയിരിക്കുന്നു. ചുറ്റമ്പലത്തിനുള്ളിൽ ക്ഷേത്രത്തോളം തന്നെ പഴക്കമുള്ള ഒരു നെല്ലിമരമുണ്ട്. നഗരമധ്യത്തിലാണെങ്കിലും ശാന്തവും സുന്ദരവുമായ അന്തരീക്ഷമാണിവിടെ. കിഴക്കോട്ട് ദർശനമായി 6 അടിയിലേറെ ഉയരത്തിൽ ചതുർബാഹു രൂപത്തിലുള്ള വാമനമൂർത്തിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ചോള രാജവംശത്തിലെ വിക്രമ മഹാരാജാവ് പണി കഴിപ്പിച്ചതിലാണ് ത്രിവിക്രമംഗലം എന്ന പേര് വന്നതെന്നും ഭഗവാന്റെ വാമനാവതാരവുമായി ബന്ധപ്പെട്ടാണ് ഈ പേര് വന്നതെന്നും പറയപ്പെടുന്നുണ്ട്. ഈ വരുന്ന 5-ാം തീയതി രാവിലെ ക്ഷേത്ര തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന കളഭാഭിഷേകത്തിൽ പങ്കെടുക്കുവാൻ ഏവരെയും ഭഗവത് സന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.